ഇന്ത്യയുടെ രൂക്ഷമായ തിരിച്ചടിയാണ് നാം കാണുന്നത്. ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ തലവനെ തന്നെ തീർത്തിട്ടുണ്ട്. അങ്ങനെ ഹൂറികളുടെ അടുത്തേക്ക് അതിവേഗം പോകുകയാണോ തീവ്രവാദികൾ? അങ്ങനെ വേണം കരുതാൻ. നമുക്ക് എന്തായാലും കനത്ത തിരിച്ചടി ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ ഏജൻസികളും ഇന്ത്യ ഗവൺമെൻറ്റും നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ആദ്യത്തെ പടി ചവിട്ടിക്കഴിഞ്ഞു. നമ്മൾ സൈനികമായും സൈനികേതരമായും പാകിസ്ഥാന് ചുട്ട മറുപടി നൽകും എന്നുള്ള കാര്യത്തിൻ്റെ ഒന്നാമത്തെ തെളിവാണ് നദീജല കരാർ, ഇൻഡസ് റിവർ ട്രീറ്റി മരവിപ്പിക്കാൻ എടുത്ത തീരുമാനം. അത് ഈ മരവിപ്പിക്കുന്നതിന് മുമ്പ് ചില നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. അങ്ങനെ പൂർത്തിയാക്കിയിട്ടായിരിക്കും അതിലേക്ക് കടക്കുക. ഇവിടെ ഇപ്പോൾ ഇന്ന് രാവിലെ കാശ്മീരിൽ അല്ലാർ ബന്ദിപ്പൂര എന്ന സ്ഥലത്ത് വലിയ തോതിൽ ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. രാവിലെ മുതൽ തന്നെ അവിടെ ഒരു പ്രദേശത്ത് ഭീകരവാദികൾ തമ്പടിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം കമാൻഡോ ഓപ്പറേഷൻ ആരംഭിച്ചത്. ആ ഓപ്പറേഷനിൽ ലഷ്കർ ഇ തോയ്ബയുടെ കാശ്മീരിലെ ഒരു പ്രധാന കമാൻഡർ തന്നെ വധിക്കപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ പേര് അൽത്താഫ് ലല്ലി എന്നാണ്. ഈ അൽത്താഫ് ലല്ലിയെ വാസ്തവത്തിൽ സൈന്യവും കാശ്മീർ പോലീസും ഉന്നമിട്ടിരിക്കുകയായിരുന്നു. നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു ഭീകരനാണ് ഈ അൽത്താഫ് ലല്ലി. അൽത്താഫ് ലല്ലിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നേരത്തെ കാശ്മീർ പോലീസിനും അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിനും ഒക്കെ അറിയാമായിരുന്നു. ഇയാളെ പിടികൂടാനുള്ള ഒരു കഠിന പരിശ്രമത്തിലായിരുന്നു കാശ്മീർ പോലീസ്. പക്ഷെ കിട്ടിയത് അയാളെ ഇന്ന് രാവിലെ ഈ ബന്ദിപ്പൂര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഏറ്റുമുട്ടൽ, അവിടെ പ്രദേശത്ത് സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും സംയുക്ത പരിശോധന നടക്കുകയായിരുന്നു. ആ പരിശോധനയ്ക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു ചിലർ. ആ സംഭവം ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തി. സൈന്യം ശക്തമായിട്ട് തിരിച്ചടിച്ചു. പോലീസിൻ്റെ കൃത്യമായ പിന്തുണ സൈന്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൈന്യം ഏതാണ്ട് 2-3 മണിക്കൂറിലധികം അത് നീണ്ടു നിന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ സൈന്യം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ അറിഞ്ഞിടത്തോളം ഏതാണ്ട് 3 മണിക്കൂറിലധികം തുടർച്ചയായിട്ട് ഏറ്റുമുട്ടൽ നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുതിർത്തു. ഈ പല റൗണ്ടുകൾ ഈ ഭീകരന്മാർ സൈന്യത്തിന് നേരെ നിറയൊഴിച്ചു. പക്ഷേ സൈന്യം ഒട്ടും തന്നെ വിട്ടുകൊടുത്തില്ല. വളരെ കൃത്യമായിട്ട് തന്ത്രപരമായിട്ട് അവരെ ആക്രമിച്ചു. ആ കൂട്ടത്തിലുണ്ടായിരുന്നവരെ എല്ലാം വധിച്ചു. അതിൽ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്, മൃതദേഹങ്ങൾ ലഭിച്ചപ്പോഴാണ് അതിലൊരാൾ അൽത്താഫ് ലല്ലിയാണ് എന്ന വിവരം സൈന്യത്തിന് മനസ്സിലാകുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ നമ്മുടെ 2 സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട്. അത് പരിക്ക് ഗുരുതരമല്ല, നിസ്സാര പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ചികിത്സ നൽകി വരുന്നു. ഇതിനോടൊപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. നിയന്ത്രണ രേഖ പാകിസ്ഥാൻ ഇപ്പോൾ സിംല കരാർ ഞങ്ങൾ റദ്ദാക്കും എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ സിംല കരാർ റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു നിയന്ത്രണ രേഖയുണ്ട്. ആ നിയന്ത്രണ രേഖ അപ്രസക്തമാകും. പക്ഷേ നിലവിൽ ആ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്ന് പാകിസ്ഥാൻ നിരന്തരം നമുക്ക് നേരെ വെടിയുതിർക്കുന്നുണ്ട്. ഈ വെടിവെപ്പ് പാക് റേഞ്ചേഴ്സിൻ്റെ സൈനികരാണ് വെടിയുതിർക്കുന്നത്. ഇന്ന് 2-3 സ്ഥലങ്ങളിൽ തുടർച്ചയായിട്ട് വെടിവെയ്പ്പ് നടക്കുന്നു. ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷെല്ലാക്രമണം നടന്നോ ഇല്ലയോ എന്നുള്ള വിവരം ഇതുവരെ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പാക് റേഞ്ചേഴ്സിൻ്റെ വെടിയുണ്ടകൾക്ക് അതേ നാണയത്തിൽ കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ അതിർത്തിയിൽ അവർ ഇത്തരത്തിൽ വെടിവെപ്പുകൾ നടത്തുന്നത് നമ്മുടെ ശ്രദ്ധ മാറ്റി കൂടുതൽ ഭീകരരെ ഇങ്ങോട്ടേക്ക് അയക്കാനും, പരിശീലനം പൂർത്തിയാക്കിയ ഇതൊരു നിഴൽ യുദ്ധമാണല്ലോ പാകിസ്ഥാൻ നടത്തി വരുന്നത്. സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ പീരങ്കിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ടാങ്കുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് അങ്ങനെയൊന്നുമല്ല. പകരം അവിടെ പരിശീലനം കൊടുത്ത് തോക്കുകളുമായിട്ട്, സ്ഫോടക വസ്തുക്കളുമായിട്ട് ചാവേറുകളാകാൻ ഈ കാശ്മീരികളായ യുവാക്കളെ തന്നെ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അവരെയാണ് ഈ നുഴഞ്ഞ അതിർത്തി ലംഘിച്ച്, നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ നിയന്ത്രണ രേഖ ലംഘിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറ്റി വിടുന്നത്. അത്തരത്തിൽ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സൈന്യത്തിൻ്റെ വെടിയുണ്ടയ്ക്ക് ഇരയാകുമെന്ന് തീർച്ചയാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ആൾക്കാർക്ക് അല്ല ആപത്തുണ്ടാകുന്നത്. ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് കാശ്മീരിൻ്റെ മോചനത്തിന് എന്ന് പറഞ്ഞ് അങ്ങനൊരു ലക്ഷ്യമിട്ടുകൊണ്ട് ഭീകര പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്ത് പരിശീലനം പൂർത്തിയാക്കി വരുന്ന യുവാക്കളാണ് കൂടുതലും കൊല്ലപ്പെടുന്നത്. എന്തായാലും അത്തരം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക്
ഉള്ള ഒരു അരങ്ങൊരുക്കലാണോ ഈ പാക് റേഞ്ചേഴ്സിൻ്റെ ഈ വെടിവയ്പ്, അതിർത്തിയിലെ ഈ LOCയിലെ അഥവാ നിയന്ത്രണ രേഖയിലെ ഈ വെടിവയ്പ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ സൈന്യം ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ കാനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പാക് പക്ഷത്ത് എത്ര ആൾനാശമുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. സൈന്യം അതൊന്നും ഇപ്പോൾ പുറത്തു വിടുന്നില്ല. പക്ഷേ നമുക്ക് കിട്ടിയ സൈന്യം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് കൊടും ഭീകരനായ അൽതാഫ് ലല്ലി ഹൂറികളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ വീരോചിതമായിട്ട് അവിടെ എത്തിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഓരോ ജനങ്ങളും കാത്തിരിക്കുന്നത് അതെ ഈ തീവ്രവാദികളുടെ മരണവും അതോടൊപ്പം തന്നെ പാവപ്പെട്ട സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ നേരിട്ട് വെടിവെച്ച് കൊന്ന ആ തീവ്രവാദികളെയും അതിന് കൂട്ടുനിന്നവരുടെ മരണവും ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, ഇന്ത്യൻ പൗരന്മാർ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ഈ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും ഒക്കെ തെളിയിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ശക്തമായ പിന്തുണ കേന്ദ്ര സർക്കാരിന് നൽകുന്നു എന്നുള്ളത് ആശാവഹമായൊരു കാര്യമാണ്. ആഭ്യന്തരമായി ചില പ്രശ്നങ്ങളൊക്കെ ചിലരൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും വില പോകുന്നില്ല രാജ്യത്തെ പൗരന്മാർ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, പാകിസ്ഥാൻ പാവമാണ്, പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കരുത് എന്ന് ചിലർ അജണ്ടയുള്ളവർ പറയുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതും ഇതിനുള്ള മറുപടി രക്തം കൊണ്ട് നൽകണമെന്നാണല്ലേ. ചോര കൊണ്ട് അവരെ കണക്ക് പറയിക്കണമെന്നാണ് ഇന്ത്യയിൽ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഓരോ ജനങ്ങളുടെ ഭാഷ, അവർ നൽകിയ മറുപടി ഈ വെള്ളത്തിനേക്കാൾ കട്ടി രക്തത്തിനുണ്ട് എന്നാണ്. അത് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും മലയാളത്തിലെ ചില മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കുമാണ് ഈ ചൊറിച്ചിൽ. അവർ അയ്യോ പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മുട്ടിക്കരുത്, ആ പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യർ എന്തു ചെയ്യും എന്നൊക്കെ നിലവിളിക്കുന്നത് ഇവിടുത്തെ ചില ആൺപെൺ ഭേദമില്ലാതെ ചില മാധ്യമ പ്രവർത്തകരാണ്. എന്തായാലും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ രാജ്യത്തെ ജനങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനേക്കാൾ കട്ടി ചോരയ്ക്കുണ്ട്, അതുകൊണ്ട് ചോരയ്ക്ക് പകരം ചോര തന്നെയാണ്. അത് കൃത്യമായിട്ട് നിരപരാധികളുടെ ചോരയ്ക്ക് പകരം നിരപരാധികളുടെ ചോര തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് പാകിസ്ഥാൻ ഓർത്തില്ലല്ലോ എന്ന മട്ടിലുള്ള മറുപടിയാണ് നമുക്ക് സോഷ്യൽ മീഡിയ എല്ലാം പരിശോധിക്കുമ്പോൾ കിട്ടുന്ന വിവരം. നമ്മൾ അതിനകത്ത് കാണുന്ന കാഴ്ച പരസ്യമുണ്ടല്ലോ അല്ലേ, 99% കീടാണുക്കളെ നശിപ്പിക്കാനെങ്കിലും കുറച്ച് കീടാണുക്കളുണ്ട്. ആ കീടാണുക്കളാണ് കിടന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനെയൊന്നും ഇന്ത്യക്കാർ കാര്യമായി എടുത്തിട്ടില്ലല്ലേ. പക്ഷെ നാം ഒരു വലിയ ഐക്യമാണ് കാണുന്നത്. സാധാരണക്കാരായ ഓരോ വീട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തന്നെ പറയുന്നുണ്ട് വലിയ തിരിച്ചടി പാകിസ്ഥാൻ ആവശ്യമുണ്ട്, അങ്ങനെ ഒരു ഒത്തുതീർപ്പിനും നിൽക്കരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ടല്ലോ. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയല്ല, ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റാൻ അവർ തയ്യാറാകണം. അത് മോദിയുടെ നേതൃത്വത്തിൽ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ജനങ്ങൾ മോദിക്ക് മേൽ അത്രയും വലിയ പ്രതീക്ഷ വയ്ക്കുന്നു. അവർക്ക് ഉറിയും ബലാക്കോട്ടും എല്ലാം അവരുടെ സ്മരണകളിലുണ്ട്, ഓർമ്മകളിലുണ്ട്. അതിനേക്കാൾ മികച്ച, അതിനേക്കാൾ മുന്തിയ ഒരു തിരിച്ചടി, അതിനേക്കാൾ കനത്ത ഒരു തിരിച്ചടി നൽകി പാകിസ്ഥാനെ എന്നേക്കുമായി പാഠം പഠിപ്പിക്കണമെന്നാണ് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നിറവേറ്റാൻ മോഡി തയ്യാറെടുക്കണം, മോഡി തയ്യാറാകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും മോദിയുടെ പുറത്ത് അവർ വച്ചിരിക്കുന്ന പ്രതീക്ഷ വെറുതെ ആകില്ല എന്ന് നമുക്ക് കരുതാം. പാകിസ്ഥാൻ ഇനിയെങ്കിലും ഒരു പാഠം പഠിക്കും എന്ന് നമുക്ക് ഇതിലൂടെ പ്രതീക്ഷിക്കാം.